വെയ്റ്റ് ലോസ് ഡയറ്റ് പ്ലാൻ്റെ സെക്കൻഡ് വീഡിയോ ആണിത്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ കാലറീസിൻ്റെ അളവ് എങ്ങനെ കണ്ടെത്താം എന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് എങ്ങനെ കണ്ടെത്താം, ഒരു വ്യക്തി ദിവസവും എത്ര കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കണം എന്ന് നോക്കാം. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആയിരിക്കില്ല. ഇത് അയാളുടെ ഹൈറ്റ്, വെയ്റ്റ്, ഏജ്, അയാൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാലറീസിൻ്റെ അളവ് എന്നിവയ്ക്കനുസരിച്ച് മാറ്റമുണ്ടാകും. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് എങ്ങനെ കണക്കാക്കാമെന്ന് നോക്കാം. 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് 4 കാലറിയാണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരാളുടെ വെയ്റ്റ് ലോസ് കാലറി 1500 ആണെങ്കിൽ അതിൽ 30% അയാൾ കാർബോഹൈഡ്രേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ ഒരു കാലറീനെയും ആ ഒരു കാർബോഹൈഡ്രേറ്റിൻ്റെ പെർസെൻറ്റേജും തമ്മിൽ ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ നമുക്ക് 450 കാലറീസ് കിട്ടും. ഈ കാലറീനെ നമ്മൾ 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് കൊണ്ട് ഹരിക്കണം. 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് 4 കാലറിയാണ്. സോ 450നെ 4 കൊണ്ട് ഹരിക്കുന്ന ടൈമിൽ 112 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ആണ് ആൻസറായിട്ട് വരുന്നത്. അതായത് ആ ഒരു വ്യക്തിക്ക് ദിവസവും കഴിക്കാവുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് 100 to 120ൻ്റെ ഇടയിലായിരിക്കും. സാധാരണ വെയ്റ്റ് ലോസ് സമയത്തെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് എപ്പോഴും 100 to 150ൻ്റെ ഇടയിലായിരിക്കും. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. സോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാവുന്നതാണ്.